കള്ളൻ അത് മതി, എത്തിക്സ് ഉള്ള കള്ളൻ അതിവിടെ വേണ്ട. ഞാൻ ആ കോഴ്സ് ഇവിടെ എടുക്കുന്നില്ല, മനസ്സിലായോ? ഇങ്ങോട്ട് പോ. എടാ പ്രച്ഛന്നം പ്രകാശ, നിന്റെ പ്ലാൻ ഞാൻ പൊളിച്ചത്. നീ എന്താണ് മതിൽ കളി മറിക്കാൻ നോക്കണം? എടാ നീ പെട്ടെന്ന് ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? അതൊക്കെ പറയാം, വീട്ടിൽ നിന്ന് പറയാം. അപ്പൊ അതാണ് പ്രകാശന്റെ പ്ലാൻ. പക്ഷെ അവൻ ഇത്രയും പ്രതികാരദാഹിയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പ്രകാശന്റെ പ്രതികാരം വരട്ടെ. അതെ വരട്ടെ. എന്ത് വരട്ടെ? ഇപ്പൊ തന്നെ അവന്റെ ചിരട്ടടിച്ച് പിടിക്കാം. വെറുതെ മച്ചമ്പി നാളെ വരട്ടെ, അവന്റെ വേഷം കിട്ടി നമുക്കൊന്ന് കാണണ്ടേ? അതെ എടാ, എന്തായാലും നമുക്ക് ഓണപരിപാടിയില്ല. നമുക്ക് തിരുവോണത്തെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ട. ആടട്ടെ പാടട്ടെ. അതെ, നമ്മളും കൂടെ നിന്നാണ്. ഒന്നും അറിയാത്ത പോലെ. എന്നാ വരട്ടെ, അവന്റെ അണ്ണാക്കി നമുക്ക് അത്തപ്പൂക്കളിടാം. ഇല്ല, അവൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എന്തായാലും വരും. വരും. ബാക്കി പരിപാടി എന്ത്? അവന് പണിയെടുക്കാനുള്ള പരിപാടിയുടെ പ്ലാൻ നമ്മൾ ഇന്നലെ സെറ്റ് ആക്കിയാണല്ലോ. ഇനി അവൻ വരേണ്ട താമസം കൂടെ ഉണ്ട്. എടാ ആ പരിപാടിയല്ല, അത് കഴിഞ്ഞിട്ട് വല്ല ഞമ്മ പിടിക്കണ്ടേ? ഓണസദ്യ അതെന്തായിരുന്നു? ഓണസദ്യ അത് പുള്ളിയുടെ സെക്ഷൻ. ഏറ്റാണല്ലോ. സദ്യ ഉണ്ടാക്കാം. അടുക്കളെല്ലാം കയറി കൊന്നലേം പന്നി. നമുക്ക് ഇവിടെ കൂട്ടിടാം. ഇത് മൊത്തം കീറിയതാണല്ലോ. മക്കളെ ശരിയാക്കി തരാടാ തള്ളച്ചി. ആരാ? മക്കളെ, എന്റെ പേര് ഭവാനി. ഇങ്ങനെയാണോ പടക്കം പിടിക്കുന്നത്? ലോകത്തെല്ലായിടത്തും ഇങ്ങനെ പടക്കം പിടിക്കണം. ഞങ്ങൾ കണ്ടില്ല. അതെ സോറി. എന്തെങ്കിലും പറ്റിയോ അമ്മച്ചി? അയ്യോ, ഒന്നും ചെയ്യല്ലേ, കുഞ്ഞിനൊന്നും ചെയ്യല്ലേ. അറിയാതെ പറ്റിയതല്ലേ. അമ്മച്ചി വന്നു, കണ്ടു കാണത്തില്ല അല്ലേ? കണ്ടില്ലല്ലോ അല്ലേ? അയ്യോ, അമ്മച്ചിയുടെ പേര് ഭവാനി. അപ്പുറത്തെ ലൈനിലാണ് താമസം. എപ്പുറത്തെ ലൈൻ? അയ്യോ അമ്മച്ചി, നിങ്ങളൊന്നും കാണാൻ വഴിയില്ല, കാരണം അമ്മച്ചി പുറത്തിറങ്ങാറില്ല. ഒരു മിനിറ്റ്. ക്ഷേത്ര ദർശനം നടത്താറില്ലേ? മക്കളമ്മച്ചിയെ കണ്ടിട്ടുണ്ടല്ലേ? അയ്യോ ചക്കരക്കുട്ടൻ. എന്നിട്ട് അമ്മച്ചിയോട് വന്ന് സംസാരിക്കാൻ ഞാൻ. എനിക്കറിയില്ല അമ്മച്ചിയുടെ വീട് ഭവാനി എന്നാണ്, പേരപ്പുറത്തെ ലൈനിലാണെന്ന്. അയ്യോ, ഇനി കാണുമ്പോൾ അമ്മച്ചിയോട് വന്ന് മിണ്ടണം കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അമ്മച്ചിയുടെ വയറ്റിൽ നിങ്ങളൊന്നും പിറന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമേ അമ്മച്ചിക്കുള്ളൂ. അതുകൊണ്ട് 2000 രൂപ അമ്മച്ചിയുടെ വക ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കണേ. അയ്യോ വേണ്ട അമ്മച്ചി, ഇത് അമ്മച്ചിയുടെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത് അമ്മച്ചിയുടെ ടാക്സി വിളിച്ച് പോകും, കാല് വയ്യാത്തേക്കല്ലേ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, എന്റെ മക്കൾ ഇത് പിടിക്കുക. എന്റെ സ്ഥാനത്ത് കുഞ്ഞുങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോട്. അയ്യോ, പോക്കറ്റിലൊക്കെ വെച്ചത് നനച്ച് കളയല്ലേ, കുഞ്ഞുങ്ങളുടെ കാര്യമാ. നമ്മൾ മറ്റേ കാശ് പിരിച്ചു വെച്ചിരിക്കുന്ന ബാഗില്ലേ? 40,000 ബാഗ്. അതിലുണ്ട്. ആ ബാഗില്. എന്റെ സർവേശ്വരോ, ഇവന് ബുദ്ധിയുണ്ട്, എന്റെ ബുദ്ധി മോനെ. അയ്യോ, അപ്പൊ അമ്മച്ചി പോട്ടെ. നിങ്ങളെയൊക്കെ കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാം നന്മ ഉണ്ടാവട്ടെ. അമ്മച്ചി പോട്ടെ. അപ്പൊ ശരി എന്നാ. ഞാൻ പോറ്റിയേ, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോണേ.